ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അല്ലൂസ് വ്ലോഗ് അതില. ഇന്നത്തെ വീഡിയോ ഒരു യാത്രയെക്കുറിച്ചാണ്. മലനിരകളും മേഘങ്ങളും ചേർന്ന് സ്വർഗം പോലെ തോന്നുന്ന ചില മനോഹരമായ സ്ഥലങ്ങളിലേക്ക്. ആദ്യമായി ഞാൻ പറയുന്നത് മൂന്നാറിനെ കുറിച്ചാണ്. ചായത്തോട്ടങ്ങളും നിറഞ്ഞ പച്ചപ്പുള്ള മലനിരകളും കാറ്റിൽ ഒഴുകുന്ന മേഘങ്ങളും എല്ലാം ചേർന്ന് മനസ്സിനെ പുതുക്കുന്ന ഒരു അനുഭവം തന്നെയാണ് മൂന്നാർ. അതുകൊണ്ട് തന്നെ ആണ് അത് എല്ലാവരുടെയും പ്രിയപ്പെട്ടതാകുന്നത്. ഇനി ഞാൻ പറയുന്നത് കമ്പം തേനിയെക്കുറിച്ചാണ്. മുന്തിരിത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് കമ്പം തേനി. അതുകൊണ്ട് തന്നെ അതെല്ലാവരുടെയും പ്രിയപ്പെട്ടതാകുന്നു. മുന്തിരിത്തോട്ടങ്ങളിലെ കൃഷിരീതിയും പ്രകൃതിയും ഒരു മികച്ച കാഴ്ചയാണ് അവിടെ ഒഴുക്കുന്നത്. അവിടുത്തെ കാറ്റും രുചിയുള്ള മുന്തിരിയും എല്ലാം ചേർന്ന് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നു. അടുത്തതായി ഞങ്ങൾ പോയത് ഫെയറി ഫോൾസ് എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അത് കഴിഞ്ഞ് കയറിയത് ഒരു ചോക്ലേറ്റ് ഷോപ്പിലാണ്. അവിടെ പല വെറൈറ്റിയിലുള്ള മിഠായികൾ കണ്ടു. പിന്നെ ഒരു ഫാൻസി സ്റ്റോറിലും കയറി. അതും കഴിഞ്ഞ് വേറെ ഒരു ചോക്ലേറ്റ് ഷോപ്പിലും കൂടെ ഞങ്ങൾ കയറി. അങ്ങനെ കുറച്ച് ചോക്ലേറ്റ്സും കൂടി വാങ്ങി.
ചെകുത്താൻ്റെ അടുക്കളയെന്നും അറിയപ്പെടുന്നു. കൊടൈക്കനാലിന് സമീപമുള്ള പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന 3 കൂറ്റൻ പാറകൾക്ക് ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുണ എന്ന സിനിമയ്ക്ക് ശേഷം ഈ സ്ഥലം കൂടുതൽ സഞ്ചാരികളെ ആകർഷിച്ചു. ഇത് പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു. മഞ്ഞുമൽ ബോയ്സ് സിനിമ കൂടി ഇറങ്ങിയതോടെ ഈ ഗുണ കേവ് വീണ്ടും പ്രശസ്തമായി. ഗുണ കേവിൻ്റെ ആഴത്തിലുള്ള അത്ഭുതവും അതിൻ്റെ ശാന്തതയും അനുഭവിച്ചാലേ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ പോയത് ഗുണ കേവിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അവിടുത്തെ കാഴ്ചയും വളരെ മനോഹരമായിരുന്നു. പൈൻ മരങ്ങൾ കൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ